ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അങ്ങനെ നമ്മുടെ ദുബായ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. കാലത്ത് 9 മണിക്ക് പൂനെയിലെ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങിയതാണ്. ഇപ്പോൾ ടാക്സിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. അറൗണ്ട് 1 o'clock മുംബൈ എയർപോർട്ടിലെത്തും. ഈവനിങ് 4:15 ആണ് നമ്മുടെ ദുബായ് ഫ്ലൈറ്റ്. എയർപോർട്ടിലെത്തി. ഇനി നമുക്ക് അകത്ത് കയറി ചെക്ക് ഇൻ ചെയ്യണം. ഇമിഗ്രേഷൻ എല്ലാം കഴിയണം. ചെക്കിനും ഇമിഗ്രേഷനും എല്ലാം കഴിഞ്ഞു. ഇപ്പോൾ സമയം 2 മണിയായി. നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് ഇവിടെ ഏതെങ്കിലും ലോഞ്ചിൽ കയറണം. മിക്ക ബാങ്കുകളും നമുക്ക് ലോഞ്ച് ആക്സസ് കോംപ്ലിമെൻ്ററി ആയിട്ട് തരും. 1 കാർഡ് പെർ പേഴ്സൺ വേണ്ടി വരും ആക്സസ് ചെയ്യാനായിട്ട്. അദാനി ഈസ്റ്റ് ലോഞ്ചിലാണ് ഇപ്പം നമ്മളുള്ളത്. ഇവിടുന്ന് കോംപ്ലിമെൻ്ററി ബഫേ എൻജോയ് ചെയ്യാവുന്നതാണ്. ഇൻ്റർനാഷണൽ ട്രിപ്സ് പോകുമ്പോൾ ഒരു 2 to 3 months മുന്നേ ഹോട്ടൽ ആൻഡ് ഫ്ലൈറ്റ് ടിക്കറ്റ്സ് ബുക്ക് ചെയ്താൽ നമുക്ക് കുറച്ച് ചീപ്പർ റേറ്റിന് കിട്ടും. പിന്നെ ഡോക്യുമെൻറ്റ്സ് ആയിട്ട് വേണ്ടത് പാസ്പോർട്ട് വിത്ത് മിനിമം 6 months വാലിഡിറ്റി, വിസ, ട്രാവൽ ഇൻഷുറൻസ്, ടു ആൻഡ് ഫ്രോ ടിക്കറ്റ്സ് വേണ്ടായിരിക്കണം. അതുമാതിരി അവിടുത്തെ ഹോട്ടൽ ബുക്കിംഗ്. വിസിറ്റിംഗ് വിസയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് പാസ്പോർട്ടിൻ്റെ കോപ്പി വേണം. ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് പേജും അതുപോലെ തന്നെ ഫ്രണ്ട് ആൻഡ് റിയർ കവറും കൂടി കൊടുക്കണം. പിന്നെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും വേണം. വിസ ആൻഡ് ട്രാവൽ ഇൻഷുറൻസ് ഒരു 1 or 2 days നമുക്ക് കിട്ടും. അത് രണ്ടും കൂടി അറൗണ്ട് 7,500 ആണ് നമുക്കായത്. പിന്നെ നമ്മുടെ കയ്യിൽ ഒരു 3,000 AED അല്ലെങ്കിൽ അതിൻ്റെ ഇക്വലൻറ്റ് ഇന്ത്യൻ റുപ്പീസായ 75,000 rupees ക്യാഷായോ അല്ലെങ്കിൽ അക്കൗണ്ടിലോ ഉണ്ടായിരിക്കണം. അക്കൗണ്ടിലാണെങ്കിൽ അതിൻ്റെ ഡെബിറ്റ് കാർഡ് ഇൻ്റർനാഷണൽ യൂസേജിനായി ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അടുത്തൊരു ഓപ്ഷനായ ഫോറക്സ് കാർഡ്, അതാണ് ഞങ്ങൾ പ്രിഫർ ചെയ്തത്. ഞങ്ങളൊരു നിയോ ഫോറക്സ് കാർഡ് എടുത്തു. ഈ കാർഡിന് 0 extra ഫീസാണുള്ളത്. അതായത് മാർക്കപ്പ് ചാർജസ്, കൺവേർഷൻ കോസ്റ്റ് ഒന്നുമില്ല. സാധാരണ നമ്മൾ ഡെബിറ്റ് കാർഡ് യൂസ് ചെയ്യണമെങ്കിൽ അതിന് ഓരോ ട്രാൻസാക്ഷനും എക്സ്ട്രാ ചാർജസ് ഉണ്ടായിരിക്കും. നിയോ കാർഡിൽ നമുക്ക് പൈസ പ്രീ ലോഡ് ചെയ്യാം. എന്നിട്ട് ഏത് കറൻസിയാണെന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കറൻസിയിൽ ട്രാൻസാക്ഷൻ നടക്കും. അതും ഡെയിലി എക്സ്ചേഞ്ച് റേറ്റ് എത്രയാണോ ആ കറക്റ്റ് റേറ്റിന് തന്നെയാണ് ട്രാൻസാക്ഷൻ ചെയ്യുക. ഈ പറഞ്ഞ എല്ലാ ഡോക്യുമെൻസും എയർലൈൻ സ്റ്റാഫ് നമ്മൾ ചെക്ക് ഇൻ ചെയ്യുന്ന ടൈമിൽ ബോർഡിംഗ് പാസ് ഇഷ്യൂ ചെയ്യുന്നതിന് മുന്നേ വെരിഫൈ ചെയ്യും. ഞങ്ങളെ ഡോക്യുമെൻസിൻ്റെയും പ്രിൻ്റ് ഔട്ട് കോപ്പീസ് ഒരു ഫയലായി വെച്ചിരുന്നു. അത് കാരണം വളരെ സ്മൂത്തായി ചെക്കിനൊക്കെ നടന്നു. മൊബൈലിൽ ഏതെങ്കിലും ഒരു നല്ല ഇൻ്റർനാഷണൽ റോമിംഗ് പ്ലാൻ ആക്ടിവേറ്റ് ചെയ്യുന്നതും നന്നായിരിക്കും. കോൾസ് റിസീവ് ചെയ്യാനോ മെസ്സേജ് അയക്കാനോ അതോ ബാങ്കിൻ്റെ മെസ്സേജസ് വരാനും എല്ലാം ഹെൽപ്ഫുൾ ആയിരിക്കും. അറൗണ്ട് 1,200 rupees നമുക്ക് 2 to 3 GB ഡാറ്റ, അതേപോലെ ഒരു 150 കോളിംഗ് മിനിറ്റ്സ് എല്ലാം ഒരു 2 weeks ടൈമിന് കിട്ടുന്ന കുറേ പ്ലാൻസ് ഉണ്ട്. ഞങ്ങളുടെ ബോർഡിംഗ് ഗേറ്റിലേക്ക് കുറച്ചധികം ദൂരം ഉണ്ടായിരുന്നു നടക്കാനായിട്ട്. അങ്ങോട്ട് നടക്കുന്നതിനിടയിൽ കുറേ ഷോപ്സ് ഉണ്ട് നമുക്ക് എന്തെങ്കിലും ഷോപ്പ് ചെയ്യണമെങ്കിൽ. അതുമാതിരി കുറേ ഡ്യൂട്ടി ഫ്രീ ഷോപ്സുകളുണ്ട്. പിന്നെ ഞങ്ങളുടെ ഇപ്പോൾ ഫ്ലൈറ്റ് ഒരു 1/2 hour ഡിലേ ആണ്. കൊച്ചു കുട്ടികൾ കൂടി ഉണ്ടെങ്കിൽ നമുക്ക് പ്രയോറിറ്റി ആയിട്ട് ഫ്ലൈറ്റിലേക്ക് കയറാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ ഏകദേശം ഫസ്റ്റായിട്ട് തന്നെ ഫ്ലൈറ്റിൽ കയറി. എയർ ഇന്ത്യ ഫ്ലൈറ്റ്സിൻ്റെ ഇപ്പോൾ സർവീസസ് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഈ ഫ്ലൈറ്റിൽ നമുക്ക് കോംപ്ലിമെൻ്ററി മീൽസിൻ്റെ കൂടെ തന്നെ ഇത് കോംപ്ലിമെൻ്ററി ആയിട്ട് ഇയർഫോൺ ഉണ്ട്. അതുപോലെ തന്നെ ഫ്ലൈറ്റിൽ വൈഫൈയും കിട്ടും. എല്ലാവർക്കും കുറേ ടാബുകളുണ്ട് ഇതിൽ സീറ്റിൻ്റെ പിന്നിലായിട്ട്. അപ്പോൾ അതിൽ നമുക്ക് കുറച്ച് എൻ്റർടൈൻമെൻറ്റിനായിട്ട് മ്യൂസിക്, മൂവീസ്, അതുപോലെ ഫ്ലൈറ്റ് ഡാറ്റ എല്ലാം ആക്സസ് ചെയ്യാം. ഇത്രയൊരു 4 hours ട്രാവലിന് ബെറ്ററാണ് എന്തെങ്കിലും ഇങ്ങനെ ഒരു എൻ്റർടൈൻമെൻ്റ് ഉള്ളത്. ആദ്യമായിട്ടാണ് ഫ്ലൈറ്റിൽ വെച്ച് നമുക്ക് വൈഫൈ കിട്ടുന്നത്. വൈഫൈ കണക്ട് ചെയ്യാനായിട്ടുള്ള QR കോഡ് എല്ലാ സീറ്റിലും ഉണ്ട്. നമ്മളതെടുത്ത് അതിൽ പ്രൊസീജിയർ ഫോളോ ചെയ്താൽ വൈഫൈ കണക്റ്റ് ആവും. പിന്നെ നമുക്കിപ്പോൾ വാട്സപ്പ് മെസ്സേജ് ചെയ്യാം, അല്ലെങ്കിൽ ഫേസ്ബുക്ക് ബ്രൗസ് ചെയ്യാം, അതെല്ലാം ചെയ്യാൻ പറ്റും. കോൾ ചെയ്യാനായിട്ട് ഞാൻ നോക്കി വാട്സപ്പ് കോൾ, പക്ഷെ അതങ്ങനെ ക്ലിയർ ആവുന്നുണ്ടായിരുന്നില്ല.
കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ദുബായ് എത്തും. ഇപ്പോൾ ഡിസെൻഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ നമുക്കിങ്ങനെ ഡീറ്റെയിൽസ് കാണാം, ഫ്ലൈറ്റിൻ്റെ ഓൾട്ടിറ്റ്യൂഡ് എത്രയാണ്, സ്പീഡ് എത്രയാണെന്നൊക്കെ. അതും അങ്ങനെ നോക്കിയിരിക്കാനുള്ളത് ഒരു രസമാണത്. ഏഴ് മണിയോട് കൂടിയായിട്ട് നമ്മൾ ദുബായ് എയർപോർട്ടിൽ വന്നിറങ്ങി. നിജി ചേട്ടൻ ഞങ്ങളെ പിക്ക് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ഈ ലെഫ്റ്റിൽ ഒരു ഓവൽ ഷേപ്പ് പോലെയുള്ള കാണുന്നതാണ് മ്യൂസിയം ഓഫ് ഫ്യൂച്ചർ. അതിൻ്റെ പിന്നിലായിട്ട് നമുക്ക് ബുർജ് ഖലീഫ കാണാം. ഇതെല്ലാം കാണാനായിട്ട് നമുക്ക് ഇനി ഇങ്ങോട്ട് വീണ്ടും വരേണ്ടതാണ്. ഇപ്പോൾ അബുദാബിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അബുദാബിയിൽ ബിനു ചേട്ടൻ്റെ കൂടെയാണ് നമ്മളുടെ സ്റ്റേ. ഇനി ദുബായിൽ വന്നിറങ്ങിയ ഡീറ്റെയിൽസ് പറയാം. ദുബായ് ഒരു വലിയ എയർപോർട്ടാണ്. അപ്പോൾ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാലും കുറേ ഉണ്ട് ബാഗേജ് ക്ലെയിമും ഇമിഗ്രേഷനൊക്കെ എത്താനായിട്ട്. അപ്പോൾ അതിന് കുറേ ട്രാൻസ്ലേറ്റേഴ്സ് ഉണ്ട്, അതിൽ കൂടെ കയറി വരാം. സൈൻ ബോർഡ്സ് എല്ലാം നോക്കി വരാവുന്നതാണ്. അവിടെ നിന്ന് അടുത്ത ടെർമിനലിലേക്ക് പോയിട്ട് നമുക്കൊരു മെട്രോയും കയറണം. എല്ലാവരും പോണത് ഫോളോ ചെയ്താൽ മതി. ഇമിഗ്രേഷനും നല്ല ലോങ് ക്യൂസ് ഉണ്ടായിരിക്കും. ആദ്യമായിട്ട് വരുന്നവർ എന്തായാലും മാനുവൽ ഇമിഗ്രേഷൻ തന്നെയാണ് ചെയ്യാൻ പറ്റുള്ളൂ. സ്മാർട്ട് ഗേറ്റ്സ് ഫ്രീക്വൻ്റ് ആയിട്ട് വരുന്നവർക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഫാമിലി വിത്ത് ചൈൽഡ് എന്ന് പറഞ്ഞാൽ വേറൊരു ലൈൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടേക്ക് പോയി നിന്നു. അത് കാരണം കുറച്ച് എളുപ്പത്തിൽ ഇമിഗ്രേഷൻ ചെയ്യാൻ പറ്റി. അവിടെ അവർ വേറെ ഡോക്യുമെൻറ്റ്സ് ഒന്നും ചോദിച്ചില്ല, ആകെ പാസ്പോർട്ട് മാത്രമാണ് ചോദിച്ചത്. പാസ്പോർട്ടിൽ എൻട്രി സീൽ വെച്ച് ചെയ്തു തന്നു. കൂടാതെ നമുക്ക് ഇവിടെ നിന്ന് ഒരേ സിമ്മും കൂടി കിട്ടി. ഫ്രീ സിമ്മാണ്. 10 GB ഡാറ്റ ഫോർ 1 ഡേ. 1 ഡേ വാലിഡിറ്റി ആണ് ഉള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ റീചാർജ് ചെയ്യണം ഇത് യൂസ് ചെയ്യണമെങ്കിൽ. അടുത്ത 7 days നമ്മളിവിടെ ദുബായ് കംപ്ലീറ്റ് എക്സ്പ്ലോർ ചെയ്യണം. ദുബായും അബുദാബിയും എല്ലാം അവിടെ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് കമ്മിങ് വീഡിയോസിൽ ഉണ്ടായിരിക്കും. എല്ലാവരും കാണുക, ഫീഡ്ബാക്ക് അറിയിക്കുക.